ഗൈസ് ജഫോട്ടങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. കാരണം നമ്മുടെ എല്ലാവരും ആഗ്രഹം നമ്മുടെ വീഡിയോസ് വൈറലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോ വൈറലാക്കുക, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കുക, അതിൻ്റെ ഏണിങ്സ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. അപ്പോൾ ഒരുപാട് കാലമായിട്ടും കഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നില്ല, മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വേറെ ആരുടെയും ചാനലല്ല, എൻ്റെ സ്വന്തം ചാനൽ, എൻ്റെ മെയിൻ ചാനൽ ജിജോസ് വ്ലോഗ് എന്ന ചാനലിലെ ആ ഒരു ചാനലിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് വൈറലാക്കാൻ പറ്റുന്നത്, നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പ് വീഡിയോസാണ് വൈറലാകുന്നത്, ഇത് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചാനൽ വൈറലാക്കാനുള്ള ട്രിക്ക് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് ആ ഒരു സംഭവം സജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സത്യം. യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യണം, നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വൈറലാവും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന വീഡിയോ ചെയ്തിട്ടല്ല നമ്മുടെ ചാനൽ കയറേണ്ടത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഏതാണോ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് എങ്കിൽ മാത്രം നമ്മുടെ വീഡിയോയ്ക്ക് ക്ലിക്ക് വരുള്ളൂ, ആൾക്കാർ കൂടുതൽ സമയം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം അറിയാനുള്ള താല്പര്യമായിരിക്കും. അപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കണം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ അത് കാണിക്കാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ചാനൽ എന്ത് ചെയ്യാം, വൈറലാക്കാനാവും. ആ രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂട്ടാനും വീഡിയോ വൈറലാക്കും. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി. ഇത് നമ്മുടെ എൻ്റെ ഫാമിലി വ്ലോഗാണ്. ഞാൻ ഒരുപാട് കാലമായി വീഡിയോ ഇട്ടിട്ടില്ല ഇതിനകത്ത്. കാരണം നമുക്ക് ഈ ടെക്കിൻ്റെ വർക്കും കാര്യങ്ങളും തിരക്കും കാരണം നമ്മൾ വീഡിയോ ഇടലില്ല, സമയം കിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങളാക്കി ഞാനാക്കിയ എൻ്റെ ഈ ഒരു ചാനലാണ്. ഇതാണ് 1,11,475 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അത് ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മൈനസാണ്. 74 മൈനസ്, 38.9 ഡോളറാണ്, വെറും $2.46 ഇങ്ങനെയൊക്കെയാണ് കയറിക്കണം. കാരണം ഞാൻ ഇത് ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഒരു വീഡിയോസ് ഇട്ടു. അതിന് ഒരുപാട് കാലം കൂടി, നമുക്കറിയാം 11 അതായത് ലോങ് വീഡിയോ ഇട്ട് എനിക്ക് ഒരു 1.5 മാസമായി. 1.5 മാസം കൂടിയിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ 4.6K വ്യൂസ് വന്നു. ലോങ് വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ എൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഞാൻ 4.6K വ്യൂസ് വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്റ്റുഡിയോ, നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം അടിയിൽ കണ്ടന്റ് സെലക്ട് ചെയ്യുക. കണ്ടന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എൻ്റെ ഷോർട്ടും വൈറലാക്കാനാവുന്നുണ്ട്, ലോങ് വീഡിയോ വൈറലാക്കാനാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോൻ്റെ അവിടെയുള്ള വ്യൂ ഓൾ എന്നുള്ള ഓപ്ഷൻ അടിക്കുക. ഷോർട്ട് വീഡിയോൻ്റെ അവിടെയുള്ള വ്യൂ ഓൾ ഓപ്ഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ചെയ്തേക്കുന്ന ഷോർട്ട് വീഡിയോസ് കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ ഈ സോർട്ട് ബൈ എന്നാണ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. സോർട്ട് ബൈ, ഏറ്റവും മുകളിൽ സോർട്ട് ബൈ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മോസ്റ്റ് വ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. മോസ്റ്റ് വ്യൂഡ്, അതായത് നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാണോ ആ വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആ ഒരു വീഡിയോ ഏത് വീഡിയോ ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ആ ഒരു വീഡിയോ നമ്മൾ എടുത്ത് നോക്കുക. അപ്പം ഗൈസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 2 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയത്. കാരണം ഞാൻ അങ്ങനെ ആക്റ്റീവ് ആയ സമയത്തായിരുന്നു. 2.6 കോടി വ്യൂവേഴ്സാണ് ആ ഒരു വീഡിയോ കിട്ടിയത്. ഒരു കോമഡി വീഡിയോസാണ്. 2.6 കോടി എന്ന് പറയുമ്പം എത്ര മില്യൺ ഉണ്ടാവും. ഓക്കെ, അത്രയ്ക്ക് നല്ല വ്യൂസ് കിട്ടിയത്. നമുക്കറിയാം 1 കോടി വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകും. 1 കോടി വ്യൂസ് മതി മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി. ഇത് നമുക്ക് 2.6 കോടി വ്യൂസ് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ചാനലിൽ ശ്രദ്ധിച്ചത് ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഏത് വീഡിയോ ചെയ്തപ്പോഴാണ് എൻ്റെ ചാനൽ കൂടുതൽ വ്യൂസ് കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോമഡി വീഡിയോസാണ് കൂടുതൽ, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ്. ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ അതുവരെ ഫാമിലി വ്ലോഗ് പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, എൻ്റെ ചാനലിനകത്തോട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം വന്ന വ്യൂസ് 68 ലാക്ക്, 14 ലാക്ക്, 13 ലാക്ക്, 12 ലാക്ക്, 11 ലാക്ക്, 10 ലാക്ക്, 1 മില്യന് മേലോട്ടാണ് അന്നേരത്തെ ഒരു വ്യൂസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് കോമഡി വീഡിയോസിനാണ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനാണ്. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കണ്ടന്റ് എന്താണോ, നമ്മുടെ പോപ്പുലർ വീഡിയോ, ഓരോ ചാനലുകളും നമ്മൾ എടുത്തു നോക്കിയാൽ പോപ്പുലർ വീഡിയോസ് ഉണ്ടാവും. ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കയറാനുള്ളത് സത്യമാണ്. നിങ്ങൾ ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ് വ്യൂഡ്, കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ എടുക്കുക. അതായിരിക്കണം കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്തതും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്ത വീഡിയോ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കണ്ടന്റ് മാത്രം നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. ഒന്നാമത്തെ പോയിന്റാണ്. അപ്പോൾ രണ്ടാമത്തെ ആ പോയിന്റ് തന്നെയാണ് നമുക്ക് വേറെ കാര്യം, നമുക്ക് ലോങ് വീഡിയോ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ലോങ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വ്യൂ കിട്ടുന്ന വീഡിയോ ഏതാണ്, ലോങ് വീഡിയോൻ്റെ അവിടെയുള്ള വ്യൂ ഓൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമുക്കിവിടെ
ഷോർട്ട് നേരത്തെ അടിച്ച പോലെ തന്നെ മോസ്റ്റ് വ്യൂഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് ലോങ് വീഡിയോൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ ഏതാണെന്ന് നോക്കണം. 2.1 ലാക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ആദ്യ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്. എനിക്ക് മോണിറ്റൈസേഷൻ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കിട്ടിയ വീഡിയോ ആണ് എനിക്ക് ലോങ് വീഡിയോ ചെയ്തത്. അതിൻ്റെ അകത്ത് 2.1 ലാക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. 2,10,000 വ്യൂസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള വീഡിയോ ആണ് ലോങ് വീഡിയോ. അതായത് നമ്മുടെ വരുമാനം കാര്യങ്ങളൊക്കെ അറിയാൻ യൂട്യൂബിൻ്റെ വരുമാനം കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വീഡിയോ ആണത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടി. അതിനുശേഷം എനിക്ക് എല്ലാ വീഡിയോയ്ക്കും വ്യൂസ് കൂടുതൽ കിട്ടിയത് എന്താണ്? എൻ്റെ വീടുമായി ബന്ധപ്പെട്ട വീഡിയോസാണ്. എൻ്റെ ഹോം ടൂർ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട എൻ്റെ വീട് പണി, എൻ്റെ പഴയ വീട്, പുതിയ വീടുണ്ടാക്കുന്നതിൻ്റെ പണികൾ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കുന്നത്. ഞാൻ പറയാൻ കാരണം എൻ്റെ വ്യൂവേഴ്സിന് കാണാൻ താല്പര്യം എൻ്റെ വീട് പണി, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളാണ് ആ ഒരു ചാനലിൽ കൂടെ കാണാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1.5 മാസം കൂടി ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ ഇടണം, ഇടുമ്പോൾ എന്ത് വീഡിയോ ഇടണം. അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് കൂടുതൽ വ്യൂ കിട്ടുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് വീട് പണിയായി ബന്ധപ്പെട്ട വീഡിയോസ് അതിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ വീടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് 1.5 മാസം കൂടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ കാണാം അവസാനം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത് 4.6K വ്യൂസ് കിട്ടി. അതെങ്ങനെ കിട്ടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്താണോ അതാണ് ഞാനിവിടെ ചെയ്തത്. അവസാനം എനിക്ക് കിട്ടിയേക്കുന്നത് 4.6K. 8 ദിവസം മുമ്പ് ഞാൻ ആ വീഡിയോ ചെയ്തു. 4.6K വ്യൂവേഴ്സ് കിട്ടി. അതായത് ഒരുപാട് കാലമായിട്ട് വീഡിയോ ഇടുന്ന ചാനൽ ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ചാനൽ തീരെ വ്യൂസ് വരില്ല. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ കൊടുക്കണം. നമ്മൾ തോന്നിയ വീഡിയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചാനൽ വ്യൂ കിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ് ആയതേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ചാനൽ സക്സസ് ആകാനുള്ള രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ചാനലിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനാവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടിയിൽ അനലറ്റിക്സ് എന്നാണ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അനലറ്റിക്സ്. ഈ അനലറ്റിക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, അതിൻ്റെ അപ്പുറത്ത് റവന്യൂ, അതിൻ്റെ അപ്പുറത്ത് ട്രെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രെൻഡ് ഈ ട്രെൻഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് വീഡിയോസ് ഇവിടെ കാണാൻ. അതിൻ്റെ അടിയിൽ ഉണ്ടോ ബ്രേക്ക് ഔട്ട് വീഡിയോസ് എഴുതിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. ഹൗസ് വാമിംഗ് ഡേ കണ്ടോ, അതായത് ഹൗസ് വാമിംഗ് ഡേ, ഒരു വീടിൻ്റെ ഹൗസ് വാമിംഗ്, പുതിയ വീട് കണ്ടാലോ ഓരോരുത്തർ അത് നമ്മളെ ഇച്ചാപ്പി ദ വേൾഡിൻ്റെ വീഡിയോ ആണ് എനിക്ക് വന്നേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് എനിക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സജസ്റ്റിംഗ് വീഡിയോസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യൂ, നിങ്ങളുടെ ചാനൽ കയറും. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ടൈപ്പ് വീഡിയോസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതി, നിങ്ങളുടെ ഷോർട്ടായാലും ഇത്രയുള്ള സംഭവം സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നിങ്ങളുടെ ഷോർട്ടായാലും ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ എടുക്കുക. നിങ്ങളുടെ പോപ്പുലർ വീഡിയോ, ആ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ ആയിരിക്കും. അതിനകത്ത് ഏതാണോ കണ്ടന്റ് ആ ഒരു കണ്ടന്റ് ഫോളോ ചെയ്യാൻ നോക്കുക. ഒന്നാമത്തെ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് ആയാലും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ സ്റ്റുഡിയോ എടുത്ത് അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മേലെ ട്രെൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യും. യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ് മറ്റുള്ള ആൾക്കാരുടെ വീഡിയോ, നമ്മുടെ സജസ്റ്റഡ് വീഡിയോസ് ഒക്കെ. കാരണം സജസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മളോട് ആ ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കാണാൻ സംശയമില്ല. ഈ ഒരു മോഡൽ വീഡിയോ നിങ്ങൾ മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ സക്സസ്സിലോട്ട് പോകും. പെട്ടെന്ന് തന്നെ വീഡിയോസ് വൈറലാകാൻ തുടങ്ങും. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇന്ന് തന്നെ പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാനൽ സക്സസ്ഫുൾ പോകുന്നതാണ്. അപ്പോൾ അതിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.